സംഘത്തിന്റെ ആദർശം പ്രസംഗിച്ചിരുന്ന ആളുകളാണ്. ഒരു രാത്രി തനിക്ക് സ്ഥാനം കിട്ടിയില്ല എന്നുള്ളതിന്റെ പേരിൽ നേരെ കൂറുമാറിയിട്ട് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോയത്. നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു പ്ലേസ്മെന്റ് കിട്ടിയ സമയത്ത് നിങ്ങൾ അന്നോളം അനുവർത്തിച്ച് വന്നിട്ടുള്ള എല്ലാ ആദർശങ്ങളും നിങ്ങൾ തള്ളി പറഞ്ഞു. സ്ഥാനമല്ല, സെൽഫ് റെസ്പെക്ട് ആണ് പ്രധാനം. സുരേന്ദ്രേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് പുറകെ നടക്കാം. അങ്ങനെ പുറകെ നടന്ന് വാലാട്ടി കിട്ടുന്നത് ഒക്കെ നിങ്ങൾ അനുഭവിച്ചോ? ശ്രീ ശങ്കുട്ടിദാസ്, ഒരു അവസാനത്തെ ചോദ്യം. ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രമുഖരായ നേതാക്കൾ പാലക്കാട് ക്യാമ്പ് ചെയ്ത് വലിയ പ്രചരണ കോലാഹലമായിരുന്നു. ഞാൻ പാലക്കാടൊക്കെ പോകുമ്പോൾ ബി.ജെ.പിക്കാരെ തട്ടി നടക്കാൻ വയ്യായിരുന്നു. നിലമ്പൂരെ കാര്യം പോകുന്നില്ലേ? നമുക്ക് നിലമ്പൂരിലേക്ക് 5-ാം തീയതി ശ്രീ സുരേഷ് ഗോപി വരുന്നുണ്ട്. പത്രിക സമർപ്പിക്കാൻ വേണ്ടി ശ്രീ രാജീവ് ചന്ദ്രശേഖർ വന്നിരുന്നു. ഇനി ശ്രീ ജോർജ് കുര്യൻ, വി മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, എം ടി രമേശ് തുടങ്ങിയിട്ടുള്ള പ്രമുഖ നേതാക്കൾ എല്ലാവരും വരുന്നുണ്ട്. എല്ലാ സംസ്ഥാന നേതാക്കൾക്കും ദിവസങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അവിടെ പങ്കെടുക്കും. ഇനി എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയത്ത് ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ വേഗത്തിൽ ഒന്ന് മറുപടി പറയണം. അതിന് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല. അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ മറുപടി പറയുന്ന സമയത്ത് അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള മര്യാദ അദ്ദേഹം കാണിക്കുന്നത് ഞാൻ വിശ്വസിക്കട്ടെ. നോക്കൂ, രാത്രിക്ക് രാത്രി സ്ഥാനം കിട്ടാത്തതിന്റെ പേരിൽ കൂറുമാറിയതിന്റെ കളങ്കം തീർക്കാൻ ഒരു പാർട്ടിയിൽ മുന്നേ ഉണ്ടായിട്ടുള്ള, ഒരു സംഘടനയ്ക്കുള്ളിൽ മുൻപേ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ആളുകളെ പരിഹസിച്ചാൽ മതിയാവും എന്ന് അദ്ദേഹം വെറുതെ ധരിക്കുകയാണ്. ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്ത് ശബരിമലയിലെ ആചാര പരിഷ്കരണത്തെ സംബന്ധിച്ച് രണ്ട് നിലപാടുകൾ സംഘത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. നോക്കൂ, ഇവിടെ എന്റെ നിലപാടുകൾ സമാജത്തിന്റെ ഹിതത്തിന് വിരുദ്ധമാണെന്ന് വന്നു കഴിഞ്ഞാൽ പുതിയ സർസംഘചാലകനെ തെരഞ്ഞെടുക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ജിയുടെ ആദ്യത്തെ സംഘാലകനായിട്ട് പ്രസ്ഥാനമാണിത്. ഇവിടെ ആരും വിമർശനാതീതരൊന്നുമല്ല. അന്ന് ഹരി സ്വീകരിച്ചിട്ടുള്ള സമീപനത്തിനെതിരെ, ആചാര പരിഷ്കരണം വേണം എന്ന സമീപനത്തിനെതിരെ വിശ്വാസപക്ഷത്തിൽ വിഭാഗം ഉണ്ടായിരുന്നു. രണ്ട് പക്ഷവും തമ്മിൽ ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പറഞ്ഞു തീർത്തിട്ടുള്ളത്. സംഘത്തിന്റെ സംസ്ഥാന കാര്യകാര്യ സദസ്യനായിട്ടുള്ള ശ്രീ വത്സൻ തില്ലങ്കേരി ഇടപെട്ട് രണ്ട് പക്ഷത്തെയും ആളുകളെ വിളിച്ച് ചിദാനന്ദപുരി സ്വാമിയുടെ ആശ്രമത്തിൽ വെച്ച് ഒരു ചർച്ച നടത്തി. രണ്ടു കൂട്ടരും സമാജത്തിന് വേണ്ടപ്പെട്ടവരാണ്, നിങ്ങൾ പരസ്പരം കലഹിക്കേണ്ടവരല്ല, നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടവരാണെന്ന് ധാരണയിൽ പരസ്പരം യാതൊരു തർക്കങ്ങളും സംഘർഷങ്ങളും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ച് ശബരിമല പ്രക്ഷോഭം സംഘം ഒറ്റക്കെട്ടായിട്ടാണ് നയിച്ചത്. ആദ്യം ആചാര പരിഷ്കരണം വേണം എന്നൊരു നിലപാടുണ്ടായിരുന്നു. ഇവിടുത്തെ വിശ്വാസികളുടെ പക്ഷം ആചാര പരിഷ്കരണത്തിന് എതിരാണെന്ന് മനസ്സിലായപ്പോ സംഘം ശബരിമല കർമ്മസമിതി രൂപീകരിച്ചു. ശബരിമല കർമ്മസമിതിയാണ് ശബരിമലയിലെ ആചാര പരിഷ്കരണത്തിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള സമരം കേരളത്തിൽ നടത്തിയത്. ആ സമരത്തിൽ ഈ പറയുന്ന അന്ന് ഓൺലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തിയിരുന്ന രണ്ടു കൂട്ടരും ഒന്നിച്ചുണ്ടായിരുന്നു. അന്ന് ഇവരെക്കാൾ വലിയ സൈദ്ധാന്തികനായി ചമഞ്ഞുകൊണ്ട് ഇവരെല്ലാം വിളിച്ചുകൊണ്ട് സംഘത്തിന്റെ ആദർശം പ്രസംഗിച്ചിരുന്ന ആളുകളാണ്. ഒരു രാത്രി തനിക്ക് സ്ഥാനം കിട്ടിയില്ല എന്നുള്ളതിന്റെ പേരിൽ നേരെ കൂറുമാറിയിട്ട് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോയത്. അത് നിലപാടാണ്, അത് ആർജവമാണ്, അത് അടിമത്തമില്ലായ്മയാണെന്ന് പറയരുത്. അങ്ങനെയാണെങ്കിൽ ആദ്യം പോസ്റ്റ് ഇടുന്ന സമയത്ത് ബി.ജെ.പിക്ക് വിജയാശംസ നേരുകയും ഒരു നേതാവിനോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിഷമം മാത്രമേ തനിക്കുള്ളൂ എന്ന് പറയുകയും, എന്നാൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോയതിനു ശേഷം ഈ വിജയാശംസ നേർന്ന പാർട്ടിയെ തന്നെ തള്ളി പറയുകയും ചെയ്യില്ല. ആദ്യത്തെ പോസ്റ്റ് എടുത്ത സമയത്ത് തന്റെ അമ്മ സംഘത്തിന് കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി ഭൂമി നീക്കി വെച്ചിട്ടുണ്ട്, അത് ഇപ്പോഴും കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുകയും, കൂറുമാറിയതിനു ശേഷം ഞാൻ സംഘത്തിന്റെ ആദർശത്തെയും സംഘത്തിന്റെ പ്രചാരകന്മാരെയും മുഴുവൻ തള്ളി പറയുന്നു എന്ന് പറയില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനം കിട്ടുമോ എന്ന് പരീക്ഷിക്കുന്നിടത്തോളം കാലം ഇതിൽ തള്ളി പറയാതിരിക്കുകയും ഇതിനെ എല്ലാത്തിനെയും സ്വീകരിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു പ്ലേസ്മെന്റ് കിട്ടിയ സമയത്ത് നിങ്ങൾ അന്നോളം അനുവർത്തിച്ച് വന്നിട്ടുള്ള എല്ലാ ആദർശങ്ങളും നിങ്ങൾ തള്ളി പറഞ്ഞു. ആ നിലപാടിന്റെ പേരാണ് കൂറുമാറ്റം, അതിന്റെ പേരാണ് നിലപാടില്ലായ്മ, അത് ആർജവമാണ്, അടിമത്തമില്ലായ്മയാണെന്ന് പറയരുത്. അങ്ങനെയല്ല ഒരു സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന ആഭ്യന്തരമായിട്ടുള്ള കലഹം. ആ കലഹത്തിന് ശേഷം ആ കലഹത്തിലെ രണ്ട് പക്ഷവും ആ സംഘത്തിനുള്ളിൽ തന്നെയാണ്. ഇനിയിപ്പോ ഇതിൽ നമുക്ക് സമയം എന്തായാലും അവസാനം. സന്ദീപ്, ഈ കാര്യത്തിൽ ഇനി വേറെ മറുപടിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലെ? അവസാനിപ്പിക്കാമല്ലോ. അല്ലല്ല, മറുപടി ഉണ്ട്. പെട്ടെന്ന് പറയണം. എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ 6-7 മാസത്തിന് ശേഷവും വീണ്ടും പറയേണ്ടി വരുന്നത് വാസ്തവത്തിൽ നിങ്ങളുടെ സമയം മെനക്കെടുത്താന്ന് എനിക്കറിയാം. ഒരു കാര്യം പറയാം, ഞാൻ ഏതെങ്കിലും തരത്തിൽ സ്ഥാനം നേടിയിട്ടാണ് സ്ഥാനത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ എനിക്ക് ആ പ്രസ്ഥാനത്ത് നിന്നാൽ മതിയായിരുന്നു. എൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് എനിക്ക് ഓഫർ ചെയ്തത് വലിയ വലിയ സ്ഥാനങ്ങളായിരുന്നു. എനിക്ക് സ്ഥാനമല്ല, സെൽഫ് റെസ്പെക്ട് ആണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അടിമത്തത്തിന്റെ കോട്ടയിൽ നിന്ന് വിഷം വമിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിൽ തന്നെ തുടരുന്നവർക്ക് ആ അടിമത്തത്തിൽ തുടരാം. സുരേന്ദ്രേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് പുറകെ നടക്കാം. അങ്ങനെ പുറകെ നടന്ന് വാലാട്ടി കിട്ടുന്നത് ഒക്കെ നിങ്ങൾ അനുഭവിച്ചോ? എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ആ കോട്ടയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നയാളാണ്. വിഷം വമിപ്പിക്കുന്ന ഫാക്ടറി അഭിമാനിക്കുന്നു.